ഹായ്, ഞാൻ ഇന്ന് കേശുവിന് ഒരു കുഞ്ഞു മിനി ബുക്ക് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. A4 ഷീറ്റ് എടുത്ത് മടക്കി അതിനെ വീണ്ടും മടക്കി കട്ട് ചെയ്തിട്ടാട്ടോ ഇങ്ങനെ കുഞ്ഞു ബുക്കാക്കി എടുത്തത്. എന്നിട്ട് അതിലേക്ക് കുഞ്ഞു കുഞ്ഞു സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഓരോ പേജിലുമായിട്ട്. എങ്ങനെ ഭയങ്കര സിമ്പിൾ അല്ലേ? എനിക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ബുക്കുകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ട് ഞാൻ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴേ ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. അതായത് ഇങ്ങനെ കുഞ്ഞു ബുക്ക് ഉണ്ടാക്കും, എന്നിട്ട് പഠിച്ചതൊക്കെ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആയിട്ട് എഴുതി വെക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാം. ഇപ്പോൾ ബസ്സിൽ നിന്ന് നോക്കാനായാലും എക്സാം ഹാളിൽ നിന്നൊന്ന് നോക്കാനായാലും ഞാൻ ഉദ്ദേശിച്ച കോപ്പി അടിക്കാനല്ല കേട്ടോ. അതായത് എക്സാം തുടങ്ങുന്നതിൻ്റെ മുന്നേയൊക്കെ ആയിട്ട് നമ്മൾ ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ ഒന്ന് മറിച്ച് നോക്കുമല്ലോ പഠിച്ചതൊക്കെ. അപ്പോൾ ഈ ബുക്കൊക്കെ ഇങ്ങനെ മറിച്ച് മറിച്ച് നോക്കുന്നേക്കാൾ നല്ലത് അതിനെ നമ്മളിങ്ങനെ ഷോർട്ട് നോട്ട്സ് ആക്കി വെച്ച് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ഓർമ്മയിൽ നിൽക്കും കേട്ടോ. PGക്ക് പഠിക്കുമ്പോഴായിരുന്നു എനിക്കത് കൂടുതൽ യൂസ്ഫുൾ ആയിരുന്നത് കേട്ടോ. ബിക്കോസ് അതുവരെ ഞാൻ നോട്ട്സൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുമെങ്കിലും അതിങ്ങനെ വലിയ A4 ഷീറ്റ് പേപ്പറിൽ ഇങ്ങനെ കുഞ്ഞിതാക്കിയിട്ട് ഓരോ പോയിന്റ്സ് എഴുതി വെച്ച് ആ പേപ്പർ കയ്യിൽ വെക്കലായിരുന്നു. പക്ഷേ ഞാൻ ഈ ബുക്ക് ഉണ്ടാക്കൽ തുടങ്ങിയത് PG സമയത്താണേ. പഠിക്കാൻ ഓൾറെഡി ടെക്സ്റ്റ് ബുക്കും പിന്നെ ഗൈഡും ഒക്കെ ഉണ്ടാവും. അതിൽ നിന്നും ആറ്റിക്കുറുക്കിയിട്ടാണ് ഇങ്ങനെ കുഞ്ഞു ബുക്സ് ആക്കുന്നത് കേട്ടോ. ഒരു ക്യാപ്സ്യൂള് പോലെ ഓരോ സബ്ജക്റ്റിനും ഓരോ കുഞ്ഞു ബുക്കായിരിക്കും കേട്ടോ. ആ സബ്ജക്റ്റിലുള്ള എക്സാം ക്ലിയർ ചെയ്യാനുള്ള എല്ലാ വകയും അതിലുണ്ടാവുകയും ചെയ്യും. എക്സാം തുടങ്ങുന്നതിന് കുറച്ച് മുന്നേ വായിച്ചു നോക്കുന്ന സമയമില്ലേ, അതിങ്ങനെ ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു കൊടുക്കുമ്പോഴായിരിക്കും കേട്ടോ അവർ പറയാം, ഇത് നല്ല ഐഡിയ ആണല്ലോ, ഇതിൽ നോക്കി എല്ലാം മനസ്സിലാവണുണ്ടല്ലോ എന്നൊക്കെ. ഇതിപ്പോൾ കേശുവിനുള്ള കുഞ്ഞ് ജേണൽ ബുക്കാട്ടോ ഞാൻ ആക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ മിനി ബുക്ക്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ടാറ്റ ബൈ ബൈ, സീ യു.